ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റുകൾ. ഇന്ന് നമുക്ക് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് ഒരു പുഡിംഗ് തയ്യാറാക്കിയാലോ. അതും നമ്മുടെ ശംഖുപുഷ്പം കൊണ്ട്. മിക്ക എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു ശംഖുപുഷ്പം കാണാമല്ലോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ശംഖുപുഷ്പം കൊണ്ട് ഒരു അടിപൊളി പുഡിംഗ് തയ്യാറാക്കിയാലോ. വളരെ ചിലവ് കുറവുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നത്. എക്സ്ട്രാ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം നമ്മുടെ ഈ ഒരു അടിപൊളി ശംഖുപുഷ്പം കൊണ്ട് തയ്യാറാക്കിയ പുഡിങ്ങിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ശംഖുപുഷ്പം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു 25 ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വകയിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ബൗളെടുക്കുക. ബൗളിലോട്ട് ഒരു 1/2 കപ്പ് കോൺഫ്ലവർ നമുക്ക് ചേർക്കാം കേട്ടോ. കോൺഫ്ലവർ ഇതിലോട്ട് ഒരു 1/2 കപ്പ് ചേർത്തതിന് ശേഷം ഇതിലോട്ട് അതേ സെയിം അളവിൽ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ ഈ ഒരു കോൺഫ്ലവർ മിക്സ് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതും കൂടി ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം ഒരു പാൻ എടുക്കാം. അതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ എടുത്ത് ചേർത്ത് റെഡിയാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിരിക്കുന്ന ശംഖുപുഷ്പം ഒരു ബൗളിലോട്ട് ചേർത്ത് ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് 2-3 തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, ഞാനിത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഇത് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറെല്ലാം വിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ഒരു വൈറ്റ് കളറായിട്ട് ചേഞ്ച് ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നല്ലൊരു ബോയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതേ ഒരു സ്റ്റൗവിൽ നമുക്ക് ആ ഒരു പഞ്ചസാര നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാനിലോട്ട് വെച്ചതിന് ശേഷം ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒരു സ്ട്രെയിനർ എടുത്ത് സ്ട്രെയിൻ ചെയ്ത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. ഒഴിച്ചതിന് ശേഷം ആ ശംഖുപുഷ്പം നമ്മൾ അതിലോട്ട് സ്ട്രെയിനറിലോട്ട് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഞെക്കിയിട്ട് അതിൻ്റെ വെള്ളവും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് പഞ്ചസാര ലായനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നിടം വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിരിക്കുന്ന ആ കോൺഫ്ലവർ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പഞ്ചസാര ലൈനിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. സോ എല്ലാവരും നന്നായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ നോക്കിക്കോളൂ. അതിൻ്റെ കളറെല്ലാം നല്ല ഒരു ബ്ലൂ കളറായി വരുന്നുണ്ട്. ലൈറ്റ് ഒരു ബ്ലൂയിഷ് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു വിസ്ക് വെച്ച് അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ച് നന്നായിട്ട് ഇതുപോലെ തന്നെ ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. കൈ മിക്സ് ചെയ്യാൻ വിടാതെ തന്നെ നമുക്ക് അത് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. സോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കിന് നമുക്കിതിലോട്ട് 1 ഡ്രോപ്പ് നമ്മുടെ വാനില എസൻസ് ആഡ് ചെയ്യാം കേട്ടോ. ഇത് തീർച്ചയായിട്ടും ഓപ്ഷനാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ. 1 ഡ്രോപ്പ് വാനില എസൻസ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തീരെ ചെറിയൊരു 1/2 പീസ് നാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് 1 ടീസ്പൂണോളം നമുക്ക് ഇതിലോട്ട് നാരങ്ങ നീരൊന്ന് ചേർക്കാം കേട്ടോ. നാരങ്ങ നീര് ചേർക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവറും ആയിരിക്കും, നല്ലൊരു ഡാർക്ക് ബ്ലൂയിഷ് കളറും കൂടെ കിട്ടുന്നതായിരിക്കും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇത് ആയോന്നൊന്ന് ചെക്ക് ചെയ്ത രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒന്ന് സ്പൂണൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിരിച്ചു വെച്ചിട്ട് നമുക്കിതാ നോക്കിക്കോളൂ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്പൂണിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഇതുപോലെ ഒരു വര നമ്മൾ ഇതുപോലെ ഒന്ന് വരയ്ക്കുമ്പോഴത്തേക്കിന് ജസ്റ്റ് ഒരു ലൈൻ മാർക്ക് അതൊന്ന് സ്പ്രെഡ് ആവേണ്ട തന്നെ അതുപോലെ തന്നെ ലൈൻ മാർക്ക് നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സെർവിങ് ബൗളിലോട്ട് ഒന്ന് സെർവ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ആ ബൗളിലോട്ട് ഒന്ന് ഗ്രീസ് ചെയ്തേക്കാം. നമുക്ക് നെയ്യാണെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിലാണെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പുഡിങ് ഡയറക്റ്റ്ലി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലോട്ട് ഒന്ന് ഒഴിച്ചെടുക്കാം. ഇതാ നോക്കിക്കോളൂ, ഞാൻ ഇതുപോലെ നമ്മുടെ ബൗളിലോട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി വന്നത് ഞാൻ ഇതുപോലെ ഐസ് ക്യൂബ്സിൻ്റെ ആ ഒരു
പാക്കിൻ്റെ അകത്തും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഒരു ഡീപ് ഫ്രിഡ്ജിലോട്ട് 2 to 3 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം. അപ്പോൾ അതാ നോക്കിക്കോളൂ, നമ്മുടെ 2 to 3 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിംഗ് ഇവിടെ പെർഫെക്റ്റ്ലി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ച് ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. സൈഡ്സ് എല്ലാം ഇതുപോലെ ഒന്ന് റിലീസ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റ് എടുക്കാം. ആ പ്ലേറ്റിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കമത്തി വെച്ചതിന് ശേഷം ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. വാവ്, നോക്കിക്കോളൂ, നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഈ ഒരു പുഡിംഗ് ഇവിടെ ഡീമോൾഡ് ആക്കി ഇട്ടിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ അത് ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്ത് സോഫ്റ്റ്, നമ്മുടെ ജെല്ലി പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പുഡിംഗ് റെഡി ആയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും സിമ്പിൾ വേയിൽ നമ്മുടെ വീട്ടിൽ സാധാരണ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാനെങ്കിലും നിങ്ങൾ ശംഖുപുഷ്പം വെറുതെ വേസ്റ്റ് ഒന്നും ചെയ്യില്ല കേട്ടോ. നല്ല ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള കളേഴ്സ് ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ നമ്മൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇതിൻ്റെ മുന്നേ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ശംഖുപുഷ്പമിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ ടീ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക, അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും നോക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു പുഡിംഗ് കൂടെ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ശംഖുപുഷ്പം കൊണ്ട് തയ്യാറാക്കിയ ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. നാളെ നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.